ഇത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ 1, 2, 3 പ്രാവശ്യമായിട്ട് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ നടന്ന ഒരു ദിവസം ശരിക്കും മരിക്കുന്ന സംഭവത്തിലേക്ക് നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പാകിസ്ഥാനകത്തു നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അല്ല, അവിടെ എന്തായാലും ഒരു സംഘർഷം സ്വാഭാവികമായി തന്നെ ഉണ്ടാകുമല്ലോ. സാർ ആദ്യം സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായും സൈനികമായും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ സംഘർഷമാണ്, പട്ടാളത്തിനെതിരെ വലിയ ആക്രമണം നടക്കുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുമല്ലോ. മാറ്റം ആഗ്രഹിച്ചാലും മാറാൻ പറ്റില്ല. കാരണം അസീം മുനീർ ബുദ്ധിയുള്ള ആളാണ്. അസീം മുനീർ പാകിസ്ഥാൻ്റെ ഭരണത്തിൻ്റെ താക്കോൽ വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഊണും കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഊരാൻ വഴിയില്ല. അത് പാകിസ്ഥാനിന് ആ പിടിയിൽ നിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷേ ഇമ്രാൻഖാൻ്റെ വധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലിന് പിന്നിൽ പോലും US-ൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ട്രംപ് ഒന്നും വേണ്ടിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.